ഇനി നിങ്ങൾ ഗൂഗിൾ പോയിട്ട് 2.5 GB വേസ്റ്റ് ചെയ്യണ്ട. ഇതാ നിങ്ങൾക്ക് ഇതാ ഒരു 200 MB GTA San Andreas നിങ്ങളെ ഫോണിൽ കളിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ 200 MB ആണ്, 200 MB GTA San Andreas. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഗെയിം പ്ലേ തന്നെയാണ് 200 MB. ഓക്കെ, 200 പറയുമ്പോൾ ഒരു 300 അതിൻ്റെ 300 MB ഉള്ളൂ. ഒരു 2.5 GB വേസ്റ്റ് ഇങ്ങോട്ട് നല്ലൊരു 300 MB. ഓക്കെ, 300 MBക്ക് നിങ്ങൾക്ക് GTA San Andreas. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലോട്ടാണ് പോവുക. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ആ ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് ചെക്ക് ചെയ്തേക്ക്. നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ZRCR എന്ന ആപ്പ് ഇൻസ്റ്റാൾ ആക്കിയിട്ട് അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ്സിൽ പോയിട്ട് GTA San Andreas GTAൻ്റെ ആ സിപ്പ് ഫയൽ ഒന്ന് നെക്കിയിട്ട് എക്സ്ട്രാക്ട് ഇയർ പറഞ്ഞതുണ്ട്, അതൊന്ന് കൊടുക്കുക. അപ്പം നിങ്ങളോട് ഒരു പാസ്വേഡ് ചോദിച്ചും. പാസ്വേഡ് സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്യുക. 7384 എന്നാണ്. ഇപ്പോൾ നമ്മളെ ഫയൽ ഇവിടെ എക്സ്ട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആ ആപ്പിലേക്ക് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ എക്സ്ട്രാക്ട് ചെയ്ത ഫയലിലൊന്ന് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ GTA San Andreasൻ്റെ 2 ആപ്പിക്കയും ഒരു ഷീറ്റ് പറഞ്ഞ ഒരു ഫയലും ഉണ്ട്, പിന്നെ GTAൻ്റെ ഒരു ഡാറ്റ ഫയലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ Android 10 അതിൻ്റെ അടിയിലേക്കാണെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള Android 10 ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ 11 അതിൻ്റെ മേൽക്കാണെങ്കിൽ 11 പറഞ്ഞ ആപ്പിക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ എൻ്റേത് Android 10 ആയതുകൊണ്ട് ഞാൻ 10 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിന് ശേഷം എത്തൊക്കെ സ്കാനിങ് ആണ്, അത് ഞാൻ ബാക്ക് അടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ com.rockstargames.gta പറഞ്ഞ ഫയൽ നെക്കി പിടിച്ചിട്ട് കട്ടോ കോപ്പിയോ കൊടുക്കുക. ഞാൻ ഇവിടെ കട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മേലെ നെക്കിയിട്ട് ഡിവൈസ് സ്റ്റോറേജ് നിൽക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിൽ ആൻഡ്രോയിഡിൽ ഡാറ്റ ഇവിടെ നിങ്ങൾ അടിയിൽ കാണുന്ന പേസ്റ്റ് ബട്ടൺ നിൽക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത GTA San Andreas റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മളെ GTA San Andreasൽ ഷീറ്റിൻ്റെ ഫയൽ നമ്മൾ ഇതിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അത് നിങ്ങൾ ആദ്യം വന്ന ആ ഡൗൺലോഡ് ഫയലിലേക്ക് തന്നെ വരിക. ഞാൻ ഡൗൺലോഡ് ഫയലിൽ വന്നിട്ടുണ്ട്. ആ ഡൗൺലോഡ് ഫയലിൽ വന്ന് നമ്മൾ നേരത്തെ എടുത്ത ഫയലിൽ ചീറ്റ് പറഞ്ഞ ഒരു ഫയലുണ്ട്, അതിൽ നെക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഇനി GTAൻ്റെ ഡാറ്റയ്ക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ആ ഭാഗത്തുനിന്ന് നെക്കി പിടിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ കട്ടോ കോപ്പിയോ കൊടുക്കുക. അപ്പോൾ കോപ്പി കൊടുത്തിട്ടുണ്ട്. ഡിവൈസ് സ്റ്റോറേജിൽ പോവുക, ആൻഡ്രോയിഡ് ഡാറ്റ, അവിടെ നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്തൊരു ഫയലുണ്ടാവും, com.rockstar പറഞ്ഞത്. അത് ഇതാ ഇവിടെ അതങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിൽക്കുക. ഇനി നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്താൽ നമ്മൾ ആ ചീറ്റും അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് GTA San Andreas എടുത്തുകൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വർക്ക് ആയിക്കണം നമുക്ക് നോക്കാം. ഞാനിതാ GTA San Andreas ഓപ്പൺ ആക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇനി എങ്ങനെ ചീറ്റ് അപ്ലൈ ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ സ്ക്രീനിൽ നിന്ന് മേലിൽ നിന്ന് അടിയിലേക്ക് സ്വൈപ്പ് ചെയ്യാം. സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ ഞാൻ കാർ സ്പോണിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. കാർ സ്പോണിംഗ് നിൽക്കിയിട്ട് നടുവിൽ നിൽക്കുക. ഡൗണ് ലെഫ്റ്റ് റൈറ്റ് ഒക്കെയാണ്. ലെഫ്റ്റ് റൈറ്റ് നിൽക്കിയാൽ നമുക്ക് കാറുകൾ മാറ്റി മാറ്റി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു കാർ സെലക്ട് ചെയ്യാം. കാർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഈ കാർ എടുക്കുക. അതിന് നടുവിൽ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കാർ സെലക്റ്റായി കിട്ടും. നമുക്ക് കാർ മാത്രമൊന്നല്ല എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇതിൽ പലതും ഉണ്ട് ചീറ്റിൽ. നിങ്ങളതൊക്കെ ഒന്ന് നോക്കുക. ഇനി വെപ്പൺ സ്പോൺ ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള വെപ്പൺ എടുക്കുക. പിന്നെ മിഷനും ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൽ പലതും ഉണ്ട്. ഫ്ലൈയിങ് ഉണ്ട്, ടെലപ്പോർട്ട് ഒക്കെ ഉണ്ട്. ടെലപ്പോർട്ട് പറയുമ്പോൾ നമ്മൾ മാപ്പിലൊക്കെ പോയിക്കാണ്ട് ഒരു ലൊക്കേഷൻ ഇട്ടാൽ ടെലപ്പോർട്ട് നോക്കി നമ്മൾ ആ ഭാഗത്തേക്ക് എത്തും. അതാണ് ടെലപ്പോർട്ടിൻ്റെത്. പിന്നെ അൺലിമിറ്റഡ് ഹെൽത്ത് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ചീറ്റിൽ പോയിക്കൊണ്ട് നോക്കുക. പിന്നെ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇനി എങ്ങനെ വെപ്പൺ സ്പോൺ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മേലിന് അടിയിൽക്കൊന്ന് സ്വൈപ്പ് ചെയ്യാം. പിന്നെ അതിൽ വെപ്പൺ എന്ന് പറഞ്ഞതുണ്ടാവും. അതിലെടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ കട്ടനുണ്ട്, നൈഫുണ്ട്, കോടാലുണ്ട്, മടലുണ്ട്, കത്തിയുണ്ട്, ഒക്കെ ഉണ്ട്. പിസ്റ്റലുണ്ട്, ഷോട്ട് ഗണ്ണുണ്ട്, സ്നൈപ്പറുണ്ട്, AK-47 ഉണ്ട്. ഞാനതാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി വെടിച്ച് നോക്കാം. അവരെ തലക്ക് നോക്കിയാണ്ടൊന്ന് വെടിച്ചിട്ടുണ്ട്. ചേർക്കാൻ പടമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെപ്പൺ ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്കിനി വേണമെങ്കിൽ ഇഷ്ടമുള്ള മിഷനും കൊടുക്കാം. കണ്ട മിഷനിൽ ഇഷ്ടം പോലെ മിഷനാണിത്. ഞാൻ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. കണ്ട അപ്പോൾ നമ്മൾ 2ാം രാജ്യത്ത് എത്തിയിട്ടുണ്ട്. 2ാം രാജ്യത്തിലുള്ള മിഷനാണിത്. നമ്മൾ ഒറ്റയടിക്ക് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ 2ാം രാജ്യത്തിലത്തെ മിഷനിലൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.